ഇപ്പോൾ അതുല്യയുടെ സഹോദരി ഭർത്താവ് ഗോകുൽ രാജ് നമ്മുടെ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഗോകുൽ രാജ്, വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ് മനസ്സിലാക്കുന്നു. ഈ മരണത്തിന് തൊട്ടു മുമ്പ് വരെ, കഴിഞ്ഞ ദിവസം രാത്രി വരെ ഈ അതുല്യ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായി അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയധികം സങ്കടമുള്ളതായി അതുല്യ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ടോ? നമസ്കാരം. ഇല്ല, അങ്ങനെ ഒന്നും നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല. കറക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഫ്രൈഡേ, വെള്ളിയാഴ്ച വൈകുന്നേരം അതുല്യ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അഖിലെ കാണാനായിട്ട്. അഖിലെ കണ്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് തന്നെ ഇന്നലെ സാറ്റർഡേ പുള്ളിക്കാരിക്ക് ജോലി ശരിയായിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു ഇവിടെ മോളില്. അപ്പോൾ ആ ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്താ പറയാ, ഈ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സ്, ഈ പാന്റ് ഷർട്ടൊക്കെ വേണമായിരുന്നു. അപ്പൊ അങ്ങനെ അഖിലയോട് ചോദിച്ചപ്പോൾ അഖില കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് അഖിലയുടെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ച് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ച്. അപ്പോഴും അഖില അതിന്റെ കുറച്ച് ദിവസം മുന്നേയും ആ വീട്ടില് ഈ പുള്ളിക്കാരൻ എന്താ പറയാ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് എന്താ പറയാ അതുല്യനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്ത് ബഹത്തും മൊത്തവും പാടും കാര്യങ്ങളായിട്ടൊക്കെ മെസ്സേജ് എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വാട്സാപ്പില്. അപ്പൊ അതിന്റെ ഉപദേശവും കാര്യങ്ങളും ഇപ്പൊ ജോലിക്ക് പോകുന്ന നല്ല കാര്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറയാ അങ്ങനെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്താ പറയാ ഹാപ്പി ആയിട്ടാ പോയത്. പിന്നെ അതിന്റെ അടുത്ത ദിവസം ബർത്ത്ഡേയും കൂടെ ആയിരുന്നേ, ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് അതിനുശേഷം പിന്നെ ഇവര് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യും, ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടുന്നതിനെ പറ്റിയുള്ള സംസാരവും കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനും ഇവിടുന്ന് കേൾക്കുന്നുണ്ട് രണ്ടുപേരുടെ. എനിക്ക് തോന്നുന്നു ഒരു 11:30 വരെ ഇവര് വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോസ് സ്റ്റാറ്റസ് ഇടുന്ന കാര്യങ്ങളും എല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് എന്തോ അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമുക്ക് പിന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് ഇന്നലെ രാവിലെ ഫോൺ കോളിൽ നമ്മൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ഓടി ചെല്ലുമ്പോഴത്തേക്കും. ഈ സതീഷുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഗോകുൽ? എന്താണ് അയാൾ പറയുന്നത്? സതീഷിനെ ഞാൻ സംസാരിക്കുന്നത് ഇന്നലെ രാവിലെ ഇത് അറിഞ്ഞതിന് ശേഷം. കാരണം സതീഷിന്റെ കമ്പനിയിലുള്ള ഒരു മാനേജറാണ് എന്നെ വിളിച്ചിട്ട് അറിയിക്കുന്നത്. കാരണം എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു രാത്രിയിൽ. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. സതീഷ് എന്നെ രാവിലെ ഒരു 4:30 ആ ഒരു ടൈമിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കോൾ എടുത്ത് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോഴാണ് എന്റെ ഫോണിൽ മിസ് കോൾ കിടക്കുന്നത് കാണുന്നത്, സതീഷിനെ വിളിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളിത് അറിഞ്ഞ പാടെ ഞാനും അഖിലയും കൂടെ ഞങ്ങൾ ഓടിച്ചെന്ന് അവിടെ ഞങ്ങൾ കുറച്ചടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഇവര് താമസിക്കുന്ന അടുത്തോട്ട്, ഷാർജയിൽ തന്നെ. അവര് മുന്നേ ദുബായിലായിരുന്നു, ഇപ്പൊ 2 മാസമാണെന്നുള്ള ഇങ്ങോട്ട് മാറിയിട്ട്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ബോഡി ഓൾറെഡി പോലീസ് കൊണ്ടുപോയി. അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുണ്ടെന്നാണ് സതീഷ് പറയുന്നത്. പിന്നെ സതീഷിനോട് ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ള ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. രാത്രിയിൽ എന്താ പറയാ പുള്ളിയും അതുല്യയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അതിൽ കൂടാതെ തന്നെ എന്താ പറയാ അടുത്ത ദിവസം ജോലിക്ക് പോകുന്നതിന് അതുല്യക്ക് വണ്ടിക്കൂലി കുറച്ച് ക്യാഷ് വേണമെന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരന് പൈസ ഇല്ലാന്ന് പറഞ്ഞു. അപ്പോ അതുല്യ മോതിരം എന്തോ എടുത്ത് കൊടുത്തു. ഇയാള് കൊണ്ടുപോയി രാത്രിക്ക് തന്നെ അവിടെ അടുത്തുള്ള ഏതോ കടയിൽ എന്തോ കൊടുത്ത് കുറച്ച് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു. അടുത്ത ദിവസത്തുള്ള വണ്ടിക്കൂലി കൊടുത്തു. അതിനുശേഷം ഇവരൊന്നും എന്തോ വഴക്കുണ്ടായി. അങ്ങനെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നത് അജ്മാനില് എവിടെയോ ഏതോ ഫ്രണ്ട്സ് ആയിട്ട് ബാറിൽ എന്തോ പോയി. ബാറിൽ പോയിട്ട് വെളുപ്പിനെ തിരിച്ച് ഒരു 3:30-4 മണി സമയത്ത് ഇയാൾ വീട്ടിൽ വരുമ്പോ ഇങ്ങനെ എന്താ പറയാ ഈ സിറ്റുവേഷൻ കാണുന്നത്, അതുല്യ മരിച്ച് തൂങ്ങി നിൽക്കുന്നത് കാണുന്നതാണ് പുള്ളി എന്നോട് പറഞ്ഞ കാര്യം. അപ്പൊ അങ്ങനെയാണ് പുള്ളി പറയുന്നത്. അപ്പൊ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ഉപദ്രവമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഗോകുൽ. നിങ്ങൾ കേസ് ഒന്നും കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു അവിടെ? എപ്പോഴും എന്താ പറയാ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് അതുല്യനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് നിരന്തരമായിട്ട്. അതുകൊണ്ട് നമ്മള് വീട്ടിൽ നിന്നായാലും അഖിലയായാലും നമ്മള് മാക്സിമം നമ്മള് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നാട്ടിൽ കുഞ്ഞുണ്ട്, നാട്ടില് മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 10 വയസ്സായി. നാട്ടിൽ പോയിട്ട് അല്ലാതെ ഇവിടെ നിന്ന് ഇങ്ങനെ പുള്ളിക്കാരന്റെ ഈ മർദ്ദനമൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര സോഫ്റ്റ് കോർണറായിട്ട് ഇല്ല ശരിയാവും കുഴപ്പമില്ല എന്റെ കൊച്ചിന്റെ അച്ഛനല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. നാളെ ആയാലും മാറും കുഴപ്പമില്ല എന്നും പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ ഒരിക്കലും അങ്ങനെ മാറുന്നൊരു ടൈപ്പൊന്നുമില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മളിത് കണ്ടുവരുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ, പുള്ളിയുടെ ഈ ഒരു വല്ലാത്തൊരു സ്വഭാവം. അതെ, ഇവിടെ കൊല്ലത്ത് നാട്ടിൽ ഇയാൾക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. അവിടെയും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അവിടെ ഷാർജയിൽ കേസൊന്നും കൊടുക്കാൻ ശ്രമിച്ചില്ലേ? ഷാർജയില് കേസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയാ നമുക്കറിയാൻ പറ്റിയ കാര്യം അതുല്യ പറഞ്ഞിട്ടുള്ള നമുക്കറിയാമെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഇതേ കണക്ക് പലപ്പോഴും ഈ പുള്ളിക്കാരൻ ഇങ്ങനെ മദ്യപിച്ചിട്ട് അതുല്യനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്ന സമയത്ത് അതുല്യ നമുക്ക് എമർജൻസി നമ്പർ ഉണ്ടല്ലോ പോലീസിനെ വിളിക്കാനുള്ള, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു വട്ടം ദുബായ് വെച്ച് കോൺടാക്ട് ചെയ്ത് അങ്ങനെ പോലീസ് ഇവരുടെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് പുള്ളിക്കാരൻ പോലീസിനെ കോൺടാക്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ സ്വഭാവം എല്ലാം മാറി. അതുല്യ എടുത്ത് കൈയും കാലും പിടിച്ച് കരഞ്ഞ് ഭയങ്കരമായിട്ട് എന്താ പറയാ സോപ്പിട്ട് അങ്ങനെ അതുല്യെ കൊണ്ട് തിരിച്ച് പോലീസിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് കുഴപ്പമില്ല സാർ ഇനിയിപ്പോ വരണ്ട,
എന്നുള്ളതാണ് അതിന്റെ നമ്മൾക്ക് പറഞ്ഞത് ഒരു വട്ടം. രണ്ടാമത് ഇവര് ഷാർജയിലോട്ട് വന്നതിന് ശേഷം പിന്നെയും ഇതേ കണക്ക് അതിന്റെ വട്ടം ഒട്ടും സഹിക്കാൻ പറ്റാനായിട്ട് പോലീസിനെ വിളിച്ചു രാത്രിയിൽ ഇയാളുടെ മർദ്ദനമൊക്കെ കിട്ടിയിട്ട്. അങ്ങനെ പോലീസിനെ വിളിച്ചപ്പോൾ ഇവിടുത്തെ പോലീസ് വരണമെങ്കിൽ അവർക്ക് നമ്മൾ കറക്റ്റ് പ്രോപ്പർ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് നമ്പർ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫുൾ അറിയാമല്ലോ. ആ ഒരു ബിൽഡിങ്സ് അല്ലേ, അപ്പൊ അതിന് ഓരോ ബിൽഡിംഗ് നമ്പേഴ്സ് ഉണ്ട്, അതൊക്കെ കൊടുത്താലേ ഇവര് വരുള്ളൂ. അപ്പൊ ഇവര് കുറച്ച് നാളെ അയാൾ ഷാർജയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഈ ബിൽഡിങ്ങിന്റെ പേരും കാര്യങ്ങളും ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ പോലീസിനെ രാത്രി വിളിച്ച് അത്രയും സിറ്റുവേഷൻ ആയിട്ട് പോലീസിനെ വിളിച്ചപ്പോൾ അവർ ഈ ബിൽഡിംഗ് നമ്പറും പേരൊക്കെ ചോദിച്ചപ്പോൾ അതിലേക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ആദ്യം എല്ലാം ഫോൺ തട്ടിപ്പറിക്കുക എന്തൊക്കെ ചെയ്ത് അങ്ങനെ പോലീസിന് വരാനുള്ള ഒരു സാഹചര്യം കൊടുത്തില്ല. അതാണ് രണ്ടു വട്ടം സംഭവിച്ചിട്ടുള്ളത്. പോലീസിനെ അതിന്റെ ട്രൈ ചെയ്തിട്ടുള്ളത് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഗോകുൽ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ സതീഷ് ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ വീട്ടിലുണ്ട്. ഓക്കെ, വീട്ടിൽ തന്നെ ഉണ്ട്. ഇയാളിൽ നിന്ന് പോലീസ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ, അതൊക്കെ അറിയാമോ? അതെ, ഞാൻ ഇന്നലെ അസോസിയേഷനിലൊക്കെ പോയിരുന്നു, ഇന്ത്യൻ അസോസിയേഷനിലൊക്കെ പോയി എല്ലായിടത്തും സംസാരിച്ചു. സാധാരണ രീതിയിൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിയില്ല ഇവിടുത്തെ എങ്ങനെയാ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങളൊക്കെ. അപ്പോ ഞാൻ അറിഞ്ഞെന്ന് പറയുന്നത് ഇന്നലെ പോലീസ് വന്ന് ബോഡി എല്ലാം കൊണ്ടുപോയ സമയത്ത് സതീഷിനെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. എന്നിട്ട് സതീഷിന്റെ ഡോക്യുമെന്റ്സ് ഈ എമിറേറ്റ്സ് ID പാസ്പോർട്ടൊക്കെ അവർ മേടിച്ച് വെച്ചിട്ട് സതീഷിനെ പറഞ്ഞു വിട്ടെന്ന്. അപ്പോ പിന്നെ അല്ലാതെ ഫ്ലാറ്റ് സീസ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഫ്ലാറ്റെല്ലാം പുള്ളി ആ ഫ്ലാറ്റിലുണ്ട്. ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഫ്ലാറ്റാണ്. അങ്ങനെ പിന്നെ ഞാൻ അസോസിയേഷനിൽ സംസാരിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെയാ സംഭവം. ഇനിയിപ്പോ ഫോറൻസിക്കിന്റെ സൈഡിൽ നിന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എല്ലാം വന്നതിന് ശേഷമേ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള ആക്ഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ തെളിവുകളൊക്കെ ഈ സതീഷ് മർദ്ദിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ അതുല്യയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ച് അവിടെ പരാതി നൽകാനോ നിയമപരമായി മുന്നോട്ട് പോകാനോ ഉദ്ദേശിക്കുന്നുണ്ടോ? ചെയ്യാൻ പറ്റും. ഞാനത് അസോസിയേഷനോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ കോൺസുലേറ്റ് വഴി നമ്മൾ ഫുൾ അവർക്ക് റൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അവര് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഡയറക്റ്റ് പോകുന്നതിനായിട്ട് നമുക്ക് അസോസിയേഷന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരെല്ലാ രീതിയിലുള്ള ലീഗലി എങ്ങനെയൊക്കെയാ മൂവ് ചെയ്യേണ്ടതെന്നുള്ള അവരുടെ അഡ്വൈസും അവര് രീതിയിലുള്ള എല്ലാം ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതുണ്ട്. അപ്പൊ അതിനുള്ള എല്ലാം ഇന്നലെ ഞാൻ റെഡിയാക്കിയിട്ടാണ് വന്നത്. അപ്പൊ അവര് എല്ലാം മൂവ് ചെയ്യുന്നുണ്ട്.